നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെയും നഗരസഭയുടെയും ഗുരുതര വീഴ്ചയാണ് എന്ന് മന്ത്രി പറയുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായി കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് 8,08,82,344 രൂപയാണ്. ഇതിൽ ചിലവഴിച്ചത് 2,62,87,064 രൂപ മാത്രമാണ് എന്ന് മന്ത്രി പറയുന്നു. 5,45,95,280 രൂപ ചിലവാക്കിയിട്ടില്ല എന്ന് വ്യക്തം. തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡുകളിലും കൂടിയുള്ളത് 1079 ഓടകളാണ്. ഇതിൽ 879 ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചുവെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. 104 ഓടകളുടെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണ് എന്നും രാജേഷ് പറയുന്നു. ബാക്കിയുള്ള 46 ഓടകളുടെ കാര്യത്തിൽ മന്ത്രിക്ക് മറുപടിയില്ല. ചെറിയ ഒരു മഴ പെയ്താൽ പോലും തലസ്ഥാന നഗരി വെള്ളത്തിൽ നിറയും. ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് പ്രധാന കാരണം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാതെ മേയർ പദവിയിൽ ഇരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന് ചുരുക്കം. വെള്ളക്കെട്ടിന് കോർപ്പറേഷൻ വകയിരുത്തിയ തുകയിൽ 5.45 കോടി ചിലവഴിച്ചില്ല എന്ന എം.ബി. രാജേഷിന്റെ നിയമസഭയിലെ മറുപടി ആര്യ രാജേന്ദ്രന്റെ ഭരണ പരാജയം വ്യക്തമാക്കുന്നതാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ നൽകിയ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം മുരടിച്ചതായി KSRTC ഡ്രൈവർ യദു പറയുന്നു. കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും യദു പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി ഇതുവരേക്കും പോലീസ് എടുത്തിട്ടില്ല. KSRTC ബസിന് കുറുകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് ഏപ്രിൽ 27-ാം തീയതി ഡ്രൈവർ യദു പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല. കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ കേസെടുത്തത്. തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണ് എന്നും യദു പരാതിപ്പെടുന്നു. അന്വേഷണം എന്തായി എന്നറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നും യദു ആരോപിക്കുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത് എന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നത് എന്നും യദു പറയുന്നു. എന്നാൽ യദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും മേയറുടെയും MLA-യുടെയും മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം.